തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ഉടുമൽപേട്ട്. അപ്പോൾ ഉടുമൽപേട്ടിലെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ സ്ഥലം നോക്കി, വലിയ തെങ്ങുംതോട്ടങ്ങളാണ്. നമ്മുടെ കഴിഞ്ഞ പൊള്ളാച്ചി വീഡിയോസിലെ കണ്ട പോലെ തന്നെയുള്ള തെങ്ങുംതോട്ടങ്ങൾ നമുക്ക് ഈ ഉടുമൽപേട്ടിലും കാണാം കേട്ടോ, ഗ്രാമങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ പൊള്ളാച്ചിയിൽ നിന്ന് പോയിട്ട് അധികം ദിവസമൊന്നും ആയില്ല, വീണ്ടും തമിഴ്നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. കാരണം വെച്ചാൽ ഈ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴത്തേനും ഗ്രാമക്കാഴ്ചകളെ കാണുമ്പോഴും വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന് കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പഴയ കാലഘട്ടം മനസ്സിലേക്ക് വരും. എന്തായാലും ഒരു 10-30 വർഷമെങ്കിലും പിന്നിലാണ് ഇപ്പോഴും ഇവർ ജീവിക്കുന്നതെന്ന് പല കാര്യങ്ങൾ കാണുമ്പോഴും നമുക്ക് തോന്നിപ്പോകും കേട്ടോ. എന്തായാലും ഗ്രാമഭംഗി കൊണ്ട് വളരെ സമൃദ്ധമായൊരു നാടിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാതിരാത്രി വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയതാണ്. അങ്ങനെ വടക്കഞ്ചേരി, നെന്മാറ, കൊല്ലങ്കോട്, ഗോവിന്ദാപുരം വഴിയാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കിടന്നത് കേട്ടോ. ആനമല വന്നിട്ട് ആനമലയിൽ നിന്ന് ഉടുമൽപേട്ടിന് പോകുന്ന റൂട്ടാണ്. നമുക്കിതിൽ പോയാൽ പഴനിക്കും അതുപോലെ മൂന്നാറിലേക്കൊക്കെ തിരിഞ്ഞു പോകാമേ. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ദാലി എന്നൊരു ഗ്രാമത്തിലേക്കാണ്. നമുക്ക് ഈ റോഡിൻ്റെ 2 വശങ്ങളിലായിട്ട് ധാരാളം വീടുകളും അതുപോലെ തന്നെ ചെറിയ കടകളൊക്കെ കാണാം കേട്ടോ. തമിഴ്നാട്ടിൻ്റെ ആ പഴയ രീതിയിലുള്ള വീടുകൾ. അപ്പോൾ ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്കാണ് പോകേണ്ടത് കേട്ടോ. നേരെ പോയാൽ ഉടുമൽപേട്ട് ടൗണിലേക്ക് പോകാം. നമ്മൾ ടൗണിൽ പോവാതെ തന്നെ നേരെ ഉൾഗ്രാമങ്ങളിലേക്കാണ് പോകുന്നത് കേട്ടോ. നമുക്കെന്തായാലും ടൗണിലെ കാഴ്ചകളൊന്നും അധികം കാണണ്ടല്ലോ. നല്ല തണുപ്പുണ്ട് രാവിലെ തന്നെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കത് ഈ വഴിയോരത്ത് കണ്ട ഒരു കാഴ്ചയാണ്. ചുണ്ണാമ്പ് കല്ല് കൊണ്ടുവന്നിട്ട് അത് നീറ്റുന്ന ജോലിയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. ഈ കാണുന്ന കല്ലുകൾ കണ്ടോ, ഇത് സാധാ കല്ലുകളല്ല, ഇത് ചുണ്ണാമ്പ് കല്ലുകളാണ്. ഇവിടെ നമുക്ക് കാണാം അതിങ്ങനെ മിറ്റിൽ പരുവായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടേക്കുന്നത്. ഇനി ഇതെടുത്തിട്ട് ഇവിടെ ഒരു ചൂളയുണ്ട്, ആ ചൂളക്കകത്തിട്ടത് നീറ്റി പൊടിയാക്കിയിട്ടേക്കും കേട്ടോ. ഓ നല്ല ചൂടുണ്ട്, അതിങ്ങനെ നീറി കണ്ടോ, പൊടി ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇത് ഇവർ തീ കൊടുത്തിട്ടില്ല, ഇത് നാളെ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അടുത്ത് കുറേയും കൂടെ ഇടാനുണ്ട്, അതിനുശേഷം നാളെയാണ് തീ കൊടുക്കുകയുള്ളൂ. അക്ക എവ്വളോ ടൈം ആവും ഇത്? 3 ദിവസം ആവുക. ചകിരിയുടെ തൊണ്ടും അതുപോലെ ഇത് കണ്ടില്ലേ, ഈ കേടായ തേങ്ങയാണേ കണ്ടോ, ഇതിനകത്തൊന്നുമില്ല. ഇതൊക്കെ ഇട്ടാണ് ഇവർ കത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കാണുന്ന കല്ലുകളൊക്കെ എന്ന് പറയുന്നത് ഇവിടെ ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണേ, കുളങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കക്കയല്ല നീറ്റുന്നത്, ഈ കല്ല് നീറ്റുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുവാണേ. അവർ ഈ കുമ്മായം ഉണ്ടാക്കിയിട്ട് അത് സ്റ്റോർ ചെയ്യുന്ന ചെറിയൊരു ഷെഡാണ് ഈ കാണുന്നത് കണ്ടോ. അത് പൊടിയായിട്ട് ഇത് പൊടിയായല്ലേ, അതിങ്ങനെ നീറി പൊടിയായതാണേ. നീരിൽ വെള്ളത്തെ വിട്ടാലേ അത് പൊങ്കിട വരെ എടുത്ത് പോയിട്ട് മേടിയും. ഇവർ ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ അതായത് ഭിത്തിയൊക്കെ പെയിന്റ് അടിക്കാനും അതുപോലെ വെറ്റില മുറുക്കാനും போட்டுட்டு இதெல்லாம் மேடிச்சிட்டு இதெல்லாம் போயிட்டு அடிக்கணும். ஆலாம்பாளையத்திலிருந்து ஒரு வண்டி கல் கொண்டு வந்தால் 2000 ரூபா, பொட்டிக்கிற பெண்ணுகளுக்கு வந்து 500 ரூபா இது கல்லுக்கு. அப்புறம் நம்ம எடுத்து போட்டால் இந்த புறைக்கு 60 ரூபா, ஒரு புறவு 60 ரூபா. விறகு வந்து ஒரு லோடு கொண்டு வந்தால் 2000 ரூபா. கறி ஒரு சாக்கு வந்து 350 ரூபா, அதுக்கு வண்டி வாடகை தனியாக, இதெல்லாம் கொடுக்கணும், கொடுத்து எடுக்கணும். லாபம் கிடைக்கா? எங்கம்மா கூலி கிடச்சா போதும். அது மழையாச்சா, மழை வந்துட்டு ஒன்றும் பிரயோஜனமே இல்லை, போடவும் എടുത്ത് പോടവും ഡബിൾ വേല. അതോടൊപ്പം തന്നെ ഇവിടെ ഓലമെടയുന്ന ജോലി നടക്കുന്നുണ്ട്. നമ്മുടെ പൊള്ളാച്ചി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ ഒരുപാട് പേര് ആ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, ഓലമെടഞ്ഞ കെട്ടുകളാക്കി വെച്ചേക്കുന്നതാണ് വിൽക്കാനായിട്ട്. അതുപോലെ തന്നെ പുറയിൽ വലിയൊരു തോട് നമുക്ക് കാണാം, നിറയെ വെള്ളമുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് ഈ ഓലയൊക്കെ ചീച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓലമെടയുന്ന ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരു തോടോ അല്ലെങ്കിൽ കുളമോ എന്തെങ്കിലും കാണും കേട്ടോ. ഈ പൊള്ളാച്ചി മേഖലയിൽ ഒരു മെയിൻ തൊഴിലാണ് ഈ ഓലമെടയുന്നത്. ഇപ്പോൾ ഈ ഉടുമൽപേട്ട് ഭാഗത്തേക്ക് വന്നാലും കാണാം കേട്ടോ, തെങ്ങുള്ള സ്ഥലത്താണ് പ്രധാനമായിട്ടും ഈ ജോലികളൊക്കെ ചെയ്യുന്നത്. ഓലമെടയുന്നതിൻ്റെ ഒപ്പം തന്നെ ചൂലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഈർക്കിളി ചൂല്. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു ഉൾവഴിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ധാരാളം ചോളം കൃഷി ചെയ്തേക്കുന്നതാണ് കേട്ടോ. ചോളമാണ്, ചോളപ്പാടങ്ങളും അതിനൊപ്പം തന്നെ പച്ചക്കറികളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഉടുമൽപേട്ട് ഭാഗത്ത് ചോളമാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പൊള്ളാച്ചിയിൽ കണ്ടുപോലെ തെങ്ങും തോപ്പുകളും കാണാം കേട്ടോ. അപ്പോൾ ചോളക്കാടുകളുടെയൊക്കെ മധ്യത്തിലായിട്ട് വീടുകളും തൊഴുത്തും ഇതൊക്കെ മൊത്തം ചോളം വിളയുന്ന പാടങ്ങളാണ് കാണുന്നത് കേട്ടോ. ഈ കാണുന്നത് വലിയൊരു ചോളപ്പാടമാണ്. ഇതിൻ്റെ ഒരു അവസാനമൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല കേട്ടോ, അത്ര വലിയ ചോളപ്പാടമാണ് കണ്ടോ. ഏകദേശം പരുവായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, വിളവെടുക്കാറായിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇവിടെ ചോളപ്പാടങ്ങൾക്ക് നടുവിലായിട്ട്
ആ തമിഴ്നാടിൻ്റെ ഒരു പഴയ രീതിയിലുള്ള കുറേ വീടുകളും കാണാം കേട്ടോ. ആ വീടുകളുടെയൊക്കെ മുറ്റത്ത് ധാരാളം പശുക്കളെ നമുക്ക് കാണാവേ. ചോളം വിളവെടുത്തിട്ട് അതിൻ്റെ തണ്ട് ഉണങ്ങി വെച്ചേക്കുന്നത് കണ്ടില്ലേ? ഇത് ഇവിടുത്തെ പശുക്കൾക്കൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കുന്ന കേട്ടോ. നമ്മുടെ നാട്ടിൽ കൊയ്ത്ത കഴിഞ്ഞിട്ട് വൈക്കോല് കൊടുക്കില്ലേ, അതുപോലെ ഇവിടുത്തെ പശുക്കൾ കഴിക്കുന്നത് പ്രധാനമായിട്ടും ചോളത്തണ്ടാണേ, ഉണങ്ങിയ ചോളത്തണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ചോളം നട്ടേക്കുന്നത് കാണാം. ഈ വീട്ടുമുറ്റത്ത് നോക്കേ കേട്ടോ, സീതപ്പഴം കായ്ച്ച് കിടക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ ധാരാളം പശുക്കളുണ്ടേ. പശുക്കൾക്കൊക്കെ തീറ്റ കൊടുക്കുന്ന ജോലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ വീടുകളാണ് കേട്ടോ. ഈ ചോളപ്പാടത്തിൻ്റെ നടുക്ക് കുറേ വീടുകൾ നമുക്ക് കാണാം. അണ്ണൻ്റെ പേര് സെൽവരാജ് എന്നാണ്. അപ്പോൾ അണ്ണന് മൊത്തം 12 പശുക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ വീടുകളുണ്ട്. ഇവിടെ മൊത്തം 3-4 വീടുകളുണ്ട്. അതൊക്കെ ഇവരുടെ ഈ അണ്ണൻ്റെ കുടുംബക്കാരുടെയൊക്കെയാണ് കേട്ടോ. നല്ല കാറ്റ് ഈ ചോളക്കാടുകളുടെ നടുക്കുന്നത്. ഇപ്പം നല്ല ഇറക്കുന്നത്, നല്ല പ്ലേസാണ് ഇറക്ക്. പാല് വന്ന് എത്ര ലിറ്റർ കിടക്കും? 40 40 കാലേ മട്ടൻ 90 ലിറ്റർ കിടക്കുമോ? സായങ്കാലം 2 നേരം. ചോളത്തിൻ്റെ തണ്ടുകളൊക്കെ ഉണ്ടെന്നിട്ട് അത് കട്ട് ചെയ്യുന്നൊരു മെഷീനാണ് പശുവിന് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ വെച്ച് കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് കൊടുക്കും കേട്ടോ. അതുകൊണ്ടല്ലത് പച്ച തണ്ടുകളും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൊഴുത്തത് ഈ വീടിനോട് ചേർന്നാണേ. ഇവിടെ മൊത്തം 6 പശുക്കളെ കെട്ടാട്ടോ അതിൻ്റെ അകത്ത്. അപ്പോൾ പകൽ സമയങ്ങളിൽ പുറത്താണ് നിർത്തുന്നത് തീറ്റയ്ക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഈ തൊഴുത്തിലേക്ക് കയറ്റി കിട്ടും കേട്ടോ. പാല് കൊണ്ട് കൊടുക്കാനായിട്ടുള്ള പാത്രങ്ങളൊക്കെ വെച്ചേക്കുന്നുണ്ടോ. ഇത് ഈ TVSൻ്റെ എക്സലിലാണ് കൊണ്ടുപോകുന്നത്. 40 ലിറ്റർ ഒരു സമയത്തിൽ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ അടുത്താണ് സൊസൈറ്റിയൊക്കെ. ആ സൊസൈറ്റിയിലാണ് കൊണ്ട് കൊടുക്കുന്നത്. സീതപ്പഴം കൂടാതെ മാതള നാരങ്ങയുണ്ട് ഇവിടെ. ഉണ്ടല്ലോ, അതൊക്കെ ഉണങ്ങി നിൽക്കുവാണ്. പശുക്കൾ നിന്നുകൊണ്ട് ആ ചോളത്തിൻ്റെ തണ്ട് കഴിക്കുന്നുണ്ടോ, ഉണങ്ങിയ തണ്ട്. അതുപോലെ ഇവിടെ ഈ ഒരു സൈഡിൽ ചാണകം കൂട്ടിയിട്ടേക്കുന്നതാണ് കേട്ടോ. ഇതൊരു വളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാനാണ്. ഇവിടെ മൊത്തം 3-4 വീടുകളേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ആ അണ്ണൻ്റെ അതുപോലെ ബന്ധുക്കളുടെയൊക്കെ വീടാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കോമ്പൗണ്ടിൽ കാണുന്നത്, അതായത് ഈ ചോളക്കാടുകളുടെ നടുക്കാണ് ഈ വീടുകളെല്ലാം വരുന്നത്. ഇங்கே பக்கம் டேம் இருக்கு. டேம் திருமூர்த்தி மலை அமராவதி. ഈ തണ്ണിയെല്ലാം അങ്ങേന്ന് പറഞ്ഞത് இது நம்ம போர் தண்ணி நிலத்தடி. കിണർ ഇരിക്കാം അല്ലേ? நிலத்தடி நீர் இதெல்லாம். അപ്പം ഇതൊക്കെയാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും പശു വളർത്തലാണ്. പിന്നെ ഈ ചോളമൊക്കെ അണ്ണാ ഈ എന്താ ചോളം ഇങ്ങോട്ട് താനേ എത്ര ഏക്കർ இருக்குங்க? இந்த സ്ഥലത്തിനൊക്കെ വില എപ്പിടി ഇருக்கு? மகச்சோளமா? இல்ல സ്ഥലത്തിന് ഇടത്തിന് സ്ഥലം ഏക്കർ 2 ലക്ഷം 5 ലക്ഷം 3 ലക്ഷം 3 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്, പശുവിനെ വളർത്തിയും ചോളം കൃഷി ചെയ്തും. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇനി മാനുപ്പെട്ടി എന്ന ഗ്രാമത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റോഡെന്ന് പറയുന്നത് ഉടുമ്പൽപ്പെട്ടി നേരെ മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഒറ്റ റോഡ് നേരെ പോയാൽ നമുക്ക് മറയൂർ വഴി മൂന്നാറിലേക്ക് പോകാം കേട്ടോ. അത് ഇവിടെ ഈ വഴിയോരത്തൊക്കെ ഒരുപാട് കച്ചവടങ്ങളുണ്ട്. ഇവിടെ പാവ വിൽക്കുന്ന കണ്ടില്ലേ, പാവയും അതുപോലെ തന്നെ ഇങ്ങനത്തെ കൊടയൊക്കെ വിൽക്കുന്നത്. അണ്ണാ കൂടെ പേര് ഊരങ്ക എങ്ക തന്നെ ഇങ്ങനെ കണ്ട. ഇവിടെയൊക്കെ ഒരുപാട് പാവകൾ കാണാം കേട്ടോ. ഇതിൻ്റെ പ്രൈസൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണേ? എവ്വളോ? സ്റ്റാർട്ടിങ് 100 രൂപയിൽ സ്റ്റാർട്ടിങ്. 100 രൂപ. ഏതാ 100 രൂപയുടെ? 100 രൂപ കണ്ടോ. ഇതൊക്കെ 100 രൂപയുള്ളൂ കേട്ടോ. നമ്മൾ ഈ ടോയ് ഷോപ്പിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വില പറയുന്ന സാധനമാണേ. ഇതുവഴി പോകുന്നവരൊക്കെ ഇത് കണ്ടാലും നിർത്തി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാങ്ങിക്കുക കേട്ടോ. ഒത്തിരി സഞ്ചാരികൾ പോകുന്ന വഴിയാണ് ഈ ഉടുമൽപേട്ട് മൂന്നാർ റൂട്ട്. ഇതിൻ്റെ പലതരത്തിലുള്ള പാവകളും ഇത് കണ്ടില്ലേ, ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങളും എല്ലാം നമുക്കിവിടെ കാണാം കേട്ടോ. ഇവിടെ വിൽക്കുന്നത് നൊങ്ക്, അതുപോലെ തന്നെ കരിപ്പെട്ടിയുണ്ട്. പിന്നെ ഇത് പതന്നിയാണോ? പതന്നിയുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പനങ്കൽക്കണ്ടം ഉണ്ട്. പനങ്കൽക്കണ്ടം. ഇതെന്താ ഹൽവയാ? ഇതെന്ത്? കരിപ്പെട്ടി കൊണ്ടുള്ളൊരു മിഠായിയാണ് കേട്ടോ. ഹൽവ പോലെ ഉണ്ട്. ഇങ്ങനെ കണ്ടോ, സോഫ്റ്റാണ് സംഗതി. നല്ല മധുരം ഉണ്ട്. ഇതുണ്ടല്ലേ, ഇത് നൊങ്കുണ്ട്. നൊങ്കിട്ടിട്ട് പതന്നി ഒഴിച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 60 രൂപയായിരുന്നേ. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുടിക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ മാനുപ്പട്ടിയിലെത്തി. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളതെന്ന് നോക്കാം കേട്ടോ. ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഗ്രാമമാണ്. അതായത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ താഴെയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഗ്രാമത്തിൻ്റെ പല ഭാഗത്ത് നോക്കിയാലും നമുക്ക് വലിയ മലകളൊക്കെ കാണാം. അപ്പോൾ ഇതിപ്പോൾ മെയിൻ റോഡാണ് മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം പോയാൽ ചെറിയ ഉൾവഴികളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ കയറി ഓടി നോക്കാം. അങ്ങനെ മെയിൻ റോഡിൽ നിന്നും വീണ്ടും ഇങ്ങനെ ഒരു ഉൾവഴിയിലേക്ക് കയറിയിരിക്കുകയാണ്.
ആ കാണുന്ന മല കണ്ടോ? അപ്പം അതിൻ്റെ താഴ്വാരത്തേക്ക് എത്രത്തോളം എത്താൻ പറ്റുന്നോ അവിടെ വരെ നമ്മൾ പോകട്ടോ. അങ്ങനെ നമ്മൾ ആ മലയുടെ താഴെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഏകദേശം താഴെ എത്തിയെന്ന് തന്നെ പറയാം. മലയുടെ താഴെ കുറേ വീടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. വീടുകളും അതുപോലെ തന്നെ അത് കോഴി ഫാമുകളൊക്കെയാണ് ഈ ഒരു പ്രദേശത്തേക്ക് വന്നപ്പോഴത്തേനും കാണാനുള്ളത് കേട്ടോ. പിന്നെ ചോളപ്പാടങ്ങളും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ. പശ്ചിമഘട്ടം കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. എൻ്റെ പൊന്നോ, ഇവിടെ നിന്നുള്ള കാഴ്ച നോക്കി. അങ്ങനെ നമ്മൾ ആ മലയുടെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട്. ആ താഴെ കണ്ടില്ലേ ഒരു വീട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് നടന്നു നോക്കാം കേട്ടോ. കണ്ടോ, ആ മലയുടെ അടിവാരത്ത് ഇങ്ങനെ ഒരു വീടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശംഭുക്കൽ മല എന്നാണ് അക്ക പറഞ്ഞത്. ശംഭുക്കൽ മല എന്നെ അടിപൊളി സ്ഥലത്താണ് വീടിരിക്കുന്നത് നോക്കി. ആ, ആവാരം പൂ എന്നാണ് പറഞ്ഞത്. ഈ മലയിലൊക്കെ അത് പൂത്ത് നിൽക്കണതാണ് കേട്ടോ. അയ്യോ, പട്ടി ഭയങ്കര ബഹളമാണല്ലോ. ഇതവർക്ക് ചായ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞത്. ഇതൊക്കെ ആവാരം പൂ. പൊടി ചെയ്ത് ആ, ചായവിലിട്ട് കുടിക്കാനാണ്. ആ ആ നല്ല ഇറങ്ങി. ഉണക്കിയിട്ട് ആ പൊടി ചെയ്ത് ആ നമ്മുടെ കാപ്പിയൊക്കെ പൊടിക്കുന്ന പോലെ ഇത് ഉണക്കി പൊടിച്ചെടുക്കും ഈ പൂവ്. എന്നിട്ട് ചായ ഉണ്ടാക്കുന്ന പറഞ്ഞു. ചായവിലിട്ട് കുടിക്കുന്നു. ആ, എനിക്ക് നിറയെ ഇറക്കെ. ആ നിറയുണ്ട്. ആ, കാണിച്ചു തരാം കേട്ടോ. പൂത്തൊക്കെ കാണിച്ചു തരാവേ. ആവാരം പൂ ഇത് കണ്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക, മുരിങ്ങയിലൊക്കെ ഉണ്ടാകുന്ന പൂവില്ലേ, അപ്പോൾ അതുപോലെ കണ്ടോ. ഇല വന്നിട്ട് പുളിയുടെ ഇല പോലെ ഇരിക്കും. ഈ പൂവാണേ. അതിൻ്റെ ആ മൊട്ടാണ് അവർ പറിച്ചു വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രദേശം ഒരുപാട് നിൽക്കുന്നതാണ്. അത് ആ മലയുടെയൊക്കെ താഴ്വാരത്ത് പൂത്ത് വെക്കുന്നതാണ് കേട്ടോ. അതുപോലെ ഇവിടെ ചോളം, ഇതൊക്കെ ചോളം വിളയുന്ന പാടമാണ് കേട്ടോ. ചോളം വിളവെടുത്തതാണ് ഇവിടുന്ന് കണ്ടോ. അതൊക്കെ ചോളം വിളയുന്ന വലിയ പാടങ്ങളൊക്കെ കാണണം. ഈ പ്രദേശം മെയിനായിട്ടും ചോളം തന്നെയാണ് വിളയുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ മേളിൽ പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കേട്ടോ. അതിൻ്റെ മേളിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എന്ത് ഹൈറ്റിലാന്ന് നോക്കി. അവിടെയൊക്കെ കുറേ മലകൾ നമുക്ക് കാണാം. അതൊക്കെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗങ്ങളാണ് കാണണം കേട്ടോ. മലയാളം നന്നായിട്ട് അറിയാം അല്ലേ? എവിടെ നിന്നാണ് വരുന്നതെന്ന് റെഡി ചോദിച്ചു. കേരളത്തിൽ വന്നിട്ടുണ്ടോ? കേരളത്തിലായിരുന്നോ? എവിടെയായിരുന്നു? മറയൂര്. ആ, അതാ നന്നായിട്ട് മലയാളം പറഞ്ഞല്ലേ? അതെയോ, മരിച്ചോ? ആ, എന്നാ പറ്റിയേ? അതെ അല്ലേ? ആ ആ. ഇവിടെ എന്തൊരു സ്ഥലമുണ്ട് നിങ്ങൾക്ക്? 1 ഏക്കർ. അതിൽ കൃഷിയാ അല്ലേ? ചോളം. ആ, മറയൂർ ആരൊക്കെയുണ്ട്? ബന്ധുക്കളൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ. ജനിച്ചതൊക്കെ മറയൂരായിരുന്നോ? എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 30 കൊല്ലമായി അല്ലേ? ആ ആ. മറയൂർ പോകാറുണ്ടോ? ആ ആ. ഇവിടുന്ന് അധികം ദൂരം ഇല്ലല്ലോ. ആ, മക്കളൊക്കെ എന്താ ചെയ്യണേ? ആ, ഡ്രൈവറൊക്കെ ആയിട്ടല്ലേ? നല്ല സ്ഥലം. എനിക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ ഏറ്റവും എന്താ പറയുക, ഭാഗ്യം ചെയ്തു തരും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ താമസിക്കാന്ന് പറഞ്ഞാൽ. അത് തന്നെ നല്ലൊരു കാര്യമല്ലേ? ശുദ്ധവായൊക്കെ ശ്വസിച്ചല്ലേ? ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം. നല്ല കാറ്റാണ് കേട്ടോ. ഇവിടെ നിൽക്കാൻ എന്ത് സുഖമാണെന്നറിയോ? തണുപ്പുണ്ടോ രാവിലെ? തണുപ്പുണ്ടല്ലേ? ആ ആ ആ. ആ, പേരെന്താക്കല്ലേ? വഞ്ചിയമ്മ. ആ, എന്നാ പൊക്കോട്ടെ. ആ, ഇവിടുത്തെയൊക്കെ റോഡ് ശ്രദ്ധിച്ചോ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഉൾഗ്രാമമാണ്. പക്ഷേ റോഡിൻ്റെയൊക്കെ നിലവാരം നോക്കി. ഇത് നോക്കി, നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്ത് ഇങ്ങനെ ആയിരിക്കണം കണ്ടോ. ഓരോ ഗ്രാമങ്ങളിലും തമിഴ്നാട് ചെല്ലുമ്പോൾ കാണുന്നതാണ്. റോഡുകളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മലയുടെ അടിവാരത്തേക്ക് പോകാൻ പറ്റുമെന്ന് അറിയാനായിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഒരു വഴി നമുക്ക് കാണാം. ഇതിൽ നടന്നാൽ അതിൻ്റെ ചോട്ടിൽ വരെ നമുക്ക് എത്താൻ പറ്റും കേട്ടോ. അതിനോട് തന്നെ ഇവിടെ ചേർന്ന് ഒരു ക്ഷേത്രം കാണാം, തമ്പുരാൻ കോവിൽ. അപ്പോൾ എന്തായാലും നമുക്ക് മലയുടെ മേളിലേക്കൊന്നും കയറാൻ പറ്റില്ല. അങ്ങോട്ടൊന്നും പോകുന്നത് ശരിയല്ല കേട്ടോ. കാരണം വെച്ചാൽ അത് ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ്. പിന്നെ ആനിമൽസൊക്കെ ഉണ്ടാവും. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ. ഇവിടെ ഒരു ശിവൻ്റെ ക്ഷേത്രം നമുക്ക് കാണാം. അതിനോട് ചേർന്ന് അവിടെ ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ ഇത് ഈ കാണാനുണ്ടോ, ഇത് അമരപ്പയർ കൃഷി ചെയ്തേക്കുന്നതാണ്. ഈ ചോളം പോലെ തന്നെ അമരപ്പയറും ഈ ഒരു ഭാഗത്ത് നിറയെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടില്ലേ ഇവിടുന്ന് നമുക്ക് ആ ഒരു മലയുടെ അടിവാരം നമ്മൾ അതിൻ്റെ താഴെ എത്തി. അപ്പോൾ ഇതും ശിവൻകോവിൽ തന്നെയാണ് കേട്ടോ. ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതാണ് അവസാനമായിട്ട് പണി കഴിപ്പിച്ചത്. ഈ വഴി കാര്യം പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നുണ്ടേ. ഇത് ഈ കൃഷിയിടങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് വെട്ടിയേക്കുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ അമരപ്പയറാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതെ ആവാരം പൂവും നമുക്ക് കാണാം കേട്ടോ. കണ്ടോ, ആ വീടൊക്കെ ഉണ്ടല്ലേ ഇവിടുന്ന്. ഓ, അടിപൊളി ഒരു പ്രദേശം കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്നൊക്കെ പറയുന്നത് ഒന്നും പറയാനില്ല. ഇവിടെയൊക്കെ ധാരാളം ആടുകളെ മേയ്ക്കാനായിട്ട് കൊണ്ടിരുന്നുണ്ട് കേട്ടോ. ഈ വഴി നീളെ ആട്ടുംകാട്ടൊക്കെ കിടക്കണ കാണാം. ഭയങ്കര ഒരു മലയാണ് കേട്ടോ. അതിൻ്റെ മേളിലൊക്കെ എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യമല്ല കേട്ടോ. അങ്ങനെ ട്രക്ക് ചെയ്യണ ഒരു പ്ലേസൊന്നും അല്ല. എന്തായാലും ഇവിടെ നിന്നുള്ള കാഴ്ച ഒന്നും പറയാനില്ല കേട്ടോ. അത് ഞാൻ വീണ്ടും ഇങ്ങനെ പറയുന്നത്. അത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഈ മലയുടെ താഴേന്ന് അവിടെയൊക്കെ
ആ ഭാഗത്തൊക്കെ ഈ പശ്ചിമഘട്ടം തന്നെയാണ്. അതിങ്ങനെ മൊത്തം ഒന്നും ക്ലിയർ അല്ല കേട്ടോ, മൂടി കിടക്കുവാണ്. നിങ്ങൾക്ക് ഇങ്ങനെ എന്നാ വില பண்ணிட்டுருங்க? இங்கே ஆடு மேய்க்கிறோம். ஆடு நிறைய இருக்கா? ஆடு வேற ஆளுங்க ஆடு நம்மளுக்கு மேய்க்கிறோம். ஆ ആടെങ്കി ஆடு வரும். ആ ഇங்கே நான் கொஞ்சம் நேரமே வந்துட்டேன். ആ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒത്തിരി ആടുകളെ മേയ്ക്കാനായിട്ട് കൊണ്ടിരുന്നതാണ്. ஆடு மாடு எல்லாம் வரும். நிறைய ആടുകൾ വരും இந்த വഴിയാ. ആ മുള്ളംപന്നി ഒരുപാടുണ്ട് കേട്ടോ. മുള്ളംപന്നി ഉണ്ട്, പിന്നെ പന്നിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. വേറെ മൃഗങ്ങളൊന്നും ഇല്ല, வேற ആനയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ஆனையெல்லாம் இங்கே இல்லை. ഇല്ല. ആ மிருகங்கள் இருக்கும், மானு மயிலெல்லாம் இருக்கும். ആ മയിൽ ഞാൻ പാത്താച്ച്. பார்த்துட்டு ആ ധാരാളം ഇറക്കുங்க. எடுத்துட்டு പോകാം കടയാളം. ആ ശരി. ആ അപ്പോൾ ശരി. ആ ബൈ ബൈ. ആ അപ്പോൾ ഇതാണ് മലയടിവാരത്തിലെ ആ ഒരു ക്ഷേത്രം, തമ്പുരാൻ കോവിൽ. ഇതാണ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രം ഈ ഗ്രാമത്തിലെ. അതുപോലെ തന്നെ ഈ പാറയിലൊക്കെ നോക്കി കണ്ടോ, ശൂലം അതുപോലെ വേലൊക്കെ തറച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ആടിനെ മേയ്ക്കാനായിട്ട് കൊണ്ടുവന്ന് നോക്കി. കണ്ടോ, വരി വരിയായിട്ട് പോകുന്നുണ്ടോ. ഓ ഈ പുറകെ പോണ ആട് കണ്ടോ, കേരള. അണ്ണ ഇത് എന്താണ് ഇത്? കിടായി. ഏ കെഡായി. കണ്ടോ അതിൻ്റെ കൊമ്പ് കണ്ടോ. ആട് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ പണ്ണം പറയാം, എന്നോട് എണ്ണി നോക്കാൻ. 100 ആടുകൾ കാണും. 100 കാണില്ല, എണ്ണാൻ പറ്റില്ല കേട്ടോ. അവരിങ്ങനെ ചെതറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാ ആടുകളുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഇന്ന് വേറെ ഒരു പരിപാടി നടക്കില്ല കേട്ടോ. അവരങ്ങനെ ഒരുപാട് ദൂരം പോകും. അതുമാത്രമല്ല, ഇനിയും ഒരുപാട് ആടുകൾ വരാനായിട്ടുണ്ട് മേയാനായിട്ട്. നമ്മളുടെ അക്ക പറഞ്ഞില്ലായിരുന്നോ, അതെ ഇതൊക്കെ എന്തൊരു മയിലുകളുണ്ടെന്ന് അറിയാമോ. പക്ഷെ നമ്മൾ അടുത്ത് വരുമ്പോഴത്തേനും ഇതുങ്ങൾ ഓടിപ്പോകും കേട്ടോ. മയിലുകൾ ഇപ്പോൾ പീലി പൊഴിക്കുന്ന ടൈമാണേ. കഴിഞ്ഞ ദിവസം പൊള്ളാച്ചിയിൽ കണ്ട മയിലുകൾക്കും പീലി ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ അമരാവതി നഗർ എന്ന ഗ്രാമത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഈ ഗ്രാമത്തിലാണ് അമരാവതി ഡാമൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ കടകൾ കാണാം. ഇതെല്ലാം തന്നെ ചെറിയ ഹോട്ടലുകളാണ്. അപ്പോൾ ഇവിടെ വിൽക്കുന്ന പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ഈ പച്ചമീൻ വറുത്ത് കൊടുക്കും കേട്ടോ. ലൈവായിട്ട് നന്നാക്കി വറുത്ത് തരും. അതെല്ലാം തന്നെ ഈ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡാമൊക്കെ ഉള്ള പ്രദേശത്ത് നമുക്കിങ്ങനെയുള്ള കടകളൊക്കെ സാധാരണ നമ്മൾ കാണുന്നതാണേ. ഇവിടെ നമുക്ക് കാണാം മീന് കണ്ടില്ലേ, മസാലയൊക്കെ തേച്ച് തൂക്കിയിട്ടേക്കണം കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞ് എടുത്ത് അവർ വറുത്ത് തരും കേട്ടോ. അതിങ്ങനെ മൊത്തമായിട്ട് വറുത്ത് തരും, ഓരോ പീസുകളായിട്ട് വറക്കും കണ്ടോ. ചെറിയ പീസൊക്കെ ആയിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എവിടെ ചെന്നാലും മലയാളികളെ കാണാം. ഇപ്പോൾ ഒരു ചേച്ചിയെ കണ്ടേ ഉള്ളൂ. അവിടെ ഒരു ചേച്ചിനെ കണ്ടു, മറ്റേ മാനുപ്പെട്ടിയിൽ ഒരക്കേനെ. അപ്പോൾ കുറേ നാളായിട്ട് അവർ ഇവിടെ താമസിക്കാൻ മറയൂരായിരുന്നു നേരത്തെ. ചേച്ചി നാട്ടിലെവിടെ? അടിമാലില്ലേ. ഇവിടെ എത്ര നാളായി? ആ ചേച്ചിയുടെ പേരെന്താ? ആ ഇതെന്ത് മീനത്? സിലോപ്പിയാണെല്ലാം. ആ ഈ ഡാമിൽ നിന്ന് പിടിക്കുന്നതല്ലേ? ആ ഒരു നല്ല പീസ് നോക്കി വറുത്തെടുത്തു. ആ സിലോപ്പിയ. ഇത് എത്രയാ ഇത്? ആ ആ വേറെ എന്താ കഴിക്കാനുള്ള സൈഡ് ഉണ്ടോ? ആ എന്നാൽ എല്ലാം എടുത്തു, ലാവിഷായിട്ട് കഴിച്ചേക്കാം. ചേച്ചി തന്നെയുള്ള ആരൊക്കെ നടത്തണേ? ആ ഇവിടെ എത്ര വർഷമായി? 2.5 വർഷമായി. കച്ചവടം ഉണ്ടോ? ആളുകൾ വരും ഒത്തിരി? വരും അല്ലേ? ആ ആ ആ ഇവിടെ ഉള്ള എല്ലാ ഹോട്ടലുകളും അല്ലേ? ആ വേറെ ഉണ്ടോ മലയാളികളുടെ കട? വേറെ ഉണ്ടോ? ഇല്ല. ആ ഇവിടെ മലയാളികൾ വേറെ ഉണ്ടോ ഈ ഗ്രാമത്തിൽ? ആ ഓക്കെ. അതെ ഒരു മൊത്തം മീൻ എടുക്കണ്ട, ഞാൻ കഴിക്കില്ല മൊത്തം. ഇതിൽ നല്ലൊരു വലിപ്പമുള്ളത് നോക്കി. ആവോലിയാണോ? ആ ഏതാ നല്ല ടേസ്റ്റ് ഉള്ള ഏതാണെന്നാ എടുത്തോ. ആ എന്നാൽ അതെടുത്തോ, ആ വലുത് തന്നെ എടുത്തോ. ആ ഇവിടെ കുറേ പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലേ. ഇത് എന്തൊക്കെ മസാല ചേച്ചി ഇത്? ആ ആ കോൺഫ്ലവറും ഉണ്ടല്ലേ. അണ്ണൻ്റെ പേരെന്താ? ആ ചേച്ചിയുടെ ഹസ്ബൻഡാ അല്ലേ? ആ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ ആവോലി. അയ്യോ ആവോലിയല്ല, സിലോപ്പിയ. ഒരു അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. നല്ല മൊരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി ചോറോടെ വരാൻ കേട്ടോ. നല്ല പച്ചരിച്ചോറ്. ഇത് പച്ചരിയല്ലേ ജി? പച്ചരിച്ചോറാണോ? പച്ചരിയല്ല, പൊന്നിയരി. ആ പപ്പടം ഉണ്ട്. തല ആ വേണ്ട. ഇതെന്ത് ചാറത്? ആ ഒഴിച്ചോ, കുഴപ്പമില്ല. അപ്പം മീൻ ചാറും ലേശം പപ്പടം. തലയാ? ആ എന്നാ ഇട്ടോ. ഇത് ആ മീൻ തന്നെയാണോ? ആവോലിയുടെ തലയാണോ? ആ മതി ചേച്ചി മതി. ആ ആ അത് കാണിച്ചേ. ആ തല വേണ്ട, ഞാൻ ചിലപ്പം കഴിക്കില്ല. ആ ഇത് മതി. അത് ചെറിയൊരു പീസുണ്ട്. പിന്നെ നമ്മുടെ മീൻ വറുത്ത്.
ചെറിയൊരു കഷ്ണം എടുത്തു. പപ്പടോടെ കൂട്ടി പിടിച്ച് നോക്കട്ടെ. നീ തന്നെ കഴിച്ചിട്ട് പറയാം കേട്ടോ അതിനുണ്ടെന്നാ. അത് ചൂടാണേ, നന്നായിട്ട് മുരിഞ്ഞുണ്ട്. പക്ഷേ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. അങ്ങനെ നമ്മൾ ഡാമിലേക്ക് പ്രവേശിക്കാൻ പോകാം കേട്ടോ. അതെ, അവിടുന്ന് പാസ്സൊക്കെ എടുക്കണേ. 5 രൂപയാണ് ഒരാൾക്ക്, 10 രൂപ പാർക്കിംഗ് ചാർജ് 2 വീലറിൻ്റെ. അങ്ങനെ മൊത്തം 15 രൂപ കേട്ടോ. ഇത് ആ കാണാണ് ഡാം. അപ്പോൾ ഇതിൻ്റെ അകത്തോടെയാണ് പ്രവേശിക്കുന്നത്. ഇവിടെ ഈ അക്കഭാറെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് കുരങ്ങുകളുണ്ട്. അപ്പോൾ വണ്ടിയിലൊന്നും വെക്കണ്ട, ഹെൽമെറ്റ് വരെ എടുത്തുകൊണ്ട് പോകാനായിട്ട് പറഞ്ഞത്. ഹെൽമെറ്റ് എങ്ങനെയാണ് ഈ കുരങ്ങ് എടുത്തോളൂ? ഇത്ര വെയിറ്റുള്ള സാധനമല്ലേ. അടിപൊളിയാണ്, നല്ല വെയിലാണ്. ആ ഡാമിൻ്റെ കെട്ടിലൊക്കെ നോക്കി, അവിടെ കുറേ പശുക്കളൊക്കെ പുല്ല് തന്നെ കേട്ടോ മുകളിൽ. ഞാനിങ്ങനത്തെ മീൻ അധികം കഴിക്കാറില്ല കേട്ടോ. എനിക്ക് ഈ കടൽ മത്സ്യങ്ങളോടാണ് താല്പര്യം. ഈ വളർത്തുന്ന മീനും ഈ പുഴയിൽ നിന്നൊക്കെ പിടിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനത്തെ മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുവേ. നല്ല രീതിയിലേക്കാണ് വറുത്ത് തരുന്നത്. 120 രൂപയാണ് കേട്ടോ. പിന്നെ സൈസ് അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും. 70 രൂപ ഊണ്. പിന്നെ ഊണ് കുറേ കറികളൊക്കെ ഉണ്ട്, സാമ്പാർ, രസം, അങ്ങനെയൊക്കെ ഉണ്ട്. മോഹൻ ഫിഷ് സ്റ്റാൾ എന്നാണ് കടയുടെ പേര്. ഡാമിന് തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ ഇതിൽ വരുന്നവരൊക്കെ കയറി ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയാം കേട്ടോ. ഈ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്നറിയോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോയ ആളിയാർ ഡാമില്ലേ പൊള്ളാച്ചിയിലെ, അതുപോലെ തന്നെയുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കയറി നേരെ വരുന്ന ഡാമിൻ്റെ മുകളിലേക്ക് റിസർവറിൻ്റെ കാഴ്ചയിലേക്കാണ്. അതുപോലെ തന്നെ അതിനോട് സമാനമായിട്ടുള്ള മലകൾ, പശ്ചിമഘട്ട മലകളുടെ കാഴ്ചയും ഏറെക്കുറെ അതുപോലെ തന്നെയാണ് കേട്ടോ. നല്ല പൊരി വെയിലാണ്. ആളുകളൊക്കെ അതുകൊണ്ടായിരിക്കും വളരെ കുറവാണ്. അതുകൊണ്ടൊരു ഭംഗിയില്ല കാണാൻ. ഇത് ആ റിസർവറിൻ്റെ ഒക്കെ പരിസരത്ത് നോക്കിയാൽ ആടുകൾ മേയാനായിട്ട് അങ്ങനെ കൂളായിട്ട് നടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഷട്ടറൊക്കെ വരുന്ന അവിടെയാണ്. അങ്ങോട്ട് നമുക്ക് ഇതിലേ നടന്ന് പോകാൻ പറ്റില്ല, അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഷട്ടറിൻ്റെ കാഴ്ച കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ താഴെ പോയി നിൽക്കണം. പക്ഷേ ഇപ്പോൾ ഓപ്പൺ ചെയ്തേക്കുന്ന ടൈം അല്ലല്ലോ, അതുകൊണ്ട് പ്രത്യേക ഭംഗിയൊന്നുമില്ല. അപ്പോൾ ഏകദേശം ആളിയാർ ഡാമിൻ്റെ ആ ഒരു സ്ട്രക്ചറിലാണെന്ന് തോന്നുന്നു ഈ ഡാമും പണിതേക്കുന്നത് കണ്ടിട്ട്. നമ്മുടെ ആളിയാർ ഡാമിലും താഴെ ഇങ്ങനെ ഒരു പാർക്കുണ്ടല്ലോ, വിശാലമായൊരു സ്പേസിൽ. പക്ഷേ അത് നല്ല ആക്റ്റീവായൊരു പ്ലേസാണ്. പാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട്. ഇവിടെ പാർക്കുണ്ടെങ്കിലും അതങ്ങനെ പ്രവർത്തനരഹിതമായിട്ട് കിടക്കും കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അവിടെ. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സ്പേസ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അതെ, ഇവിടെ വരെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ, അനുവാദമുള്ളൂ. അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തേക്കുവാണേ, അതായത് ആ ഷട്ടറൊക്കെ വരുന്ന ഭാഗത്ത്. പിന്നെ നമുക്ക് ഇതിലെ താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിലെ സ്റ്റെപ്പൊക്കെ ആണല്ലോ. ഇതിലെ താഴേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ ആ ഷട്ടർ ഓപ്പൺ ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. അതായത് ആ കനാലിലേക്ക് വെള്ളം കൊണ്ടുപോകാനായിട്ട് താഴേക്കൂടെ ഉള്ള താഴത്തെ ഷട്ടറാണ് ഓപ്പൺ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച കിട്ടും. പിന്നെ അവിടെ ഒരു പാലമുണ്ട്. അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാമിൻ്റെ ഷട്ടറിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഷട്ടർ തുറക്കുന്ന ടൈം ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഡാമിൻ്റെ കെട്ടൊക്കെ നല്ല ഭംഗിയാണ്. എൻ്റെ പൊന്നോ, വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് പുറത്തേക്ക് തള്ളുന്ന വെള്ളമാണ് കേട്ടോ. അവിടെ ഒരു മഞ്ഞ കളറിൽ ഒരു അമ്പലത്തിൻ്റെ ഒരു മാതൃകയാണ്. അപ്പോൾ അതിൻ്റെ അകത്താണ്, കെട്ടിൻ്റെ അകത്താണ് പവർ ഹൗസ് ലൈവായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടർബൈനൊക്കെ ഇറങ്ങുന്നതിൻ്റെ ഒരു ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് ആ വെള്ളം കുത്തി ഒഴുകി വരുന്നതൊക്കെ എന്നാ പവറിലാണെന്ന് കണ്ടോ. അവിടുന്ന് ആ വെള്ളം പോകുന്ന കണ്ടില്ലേ, കനാൽ വഴി അങ്ങ് കൊണ്ടുപോകുന്നുണ്ടോ. കനാലൊക്കെ മെത്തി നിറഞ്ഞാണേ പോകുന്നത്. ഇപ്പം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാക്സിമം വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഡാമിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടേ, ഇത് കണ്ടോ. അപ്പോൾ ഈ പാലത്തിൻ്റെ മേളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ ഷട്ടറൊക്കെ നല്ലപോലെ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒഴുകുന്നതാണ് അമരാവതി നദി. അപ്പോൾ ആ നദിയിലാണ് ഈ അണക്കെട്ട് പണിതേക്കുന്നത്. അടിപൊളി. ഇവിടുന്ന് ഷട്ടർ തുറക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു വ്യൂ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ലൈറ്റിങ്ങും നമുക്ക് അനുകൂലമല്ല, അതുകൊണ്ട് അത്ര സെറ്റപ്പ് അല്ല കേട്ടോ വിഷ്വൽസ് ഒന്നും. അപ്പോൾ ഈ പാലത്തിൻ്റെ മേളിൽ നിന്നാലാണേ നമുക്ക് ഈ ഡാമിൻ്റെ ഏറ്റവും ബെസ്റ്റ് വ്യൂ കിട്ടുന്നത്. പക്ഷേ ഷട്ടറൊക്കെ തുറക്കുകയാണെങ്കിൽ അടിപൊളിയായനെ. അമരാവതി നദീനെയാണേ ഇനി അണകെട്ടി അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ ആ ഡാമിൻ്റെ അടിയിൽ ഷട്ടർ ഓപ്പൺ ആണേ. അപ്പോൾ അതിൽ കൂടെയാണ് ആ നദിയിലെ വെള്ളം കടന്ന് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒഴുകി പോകുന്നത്. അപ്പോൾ കാവേരി നദിയുടെ പോഷക നദിയാണ് കേട്ടോ ഈ അമരാവതി നദി. ഈ ഡാം ഇവിടെ 1957 നിർമ്മിക്കുന്നത്. കൃഷിക്കും അതുപോലെ തന്നെ ജലസേചനത്തിനും വേണ്ടിയിട്ട്. പിന്നെ 4 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ വെള്ളം കനാലുകൾ വഴി ഈ ഗ്രാമത്തിലേക്കും അതുപോലെ തന്നെ പഴനി, മടത്തുകുളം ഏരിയയിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ അമരാവതി നദിയിലുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തെയൊക്കെ തടയാനായിട്ട് നല്ലൊരു പങ്കും ഈ ഡാം വഹിക്കുന്നുണ്ട്. ആ ഡാമിൽ നിന്ന് ഓപ്പൺ ചെയ്ത് വിട്ടേക്കണം കേട്ടോ, കനാലാണേ. ഇവിടെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഈ ഡാമിനോട് ചേർന്ന ഈ ഒരു ഗ്രാമത്തിൽ, അമരാവതി ഗ്രാമം തന്നെയാണ്, ഇവിടെ കനാലിൽ നിന്നൊക്കെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ടോ കണ്ടോ? അതിലെ വെള്ളം ഒഴുകി ആ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നു. അതുപോലെ തന്നെ ഈ ഗ്രാമത്തിലുള്ളവരാണ് ഈ ഡാമിൽ പോയിട്ട് കൊട്ടവഞ്ചിയിലൊക്കെ പോയി മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ചെറിയ കടകളിലേക്കും അതുപോലെ പുറത്ത് വലിയ സ്റ്റാളുകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടുന്ന് മീൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്ന് കിടക്കണ ലോറികളാണ് കേട്ടോ ഈ മീൻ കൊണ്ടുപോകാനായിട്ട്. സാധാരണ നമ്മൾ ഈ എന്താ പറയുക ഹാർബറിലൊക്കെ ചെല്ലുമ്പോൾ അല്ലേ ഇങ്ങനത്തെ ഉള്ള കാഴ്ചകളൊക്കെ ഉണ്ട്, വണ്ടിയൊക്കെ ഒന്ന് മീൻ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അത്രയും മത്സ്യസമ്പത്തുണ്ടേ ഈ ഡാമിൽ. കണ്ടില്ല വല, മീൻ പിടിക്കാനായിട്ടുള്ള വലയാണ്. അവിടെ വല റിപ്പയർ ചെയ്യണ കാണാം. നമ്മൾ ഈ കടൽ തീരങ്ങളിലൊക്കെ ചെല്ലുമ്പം കാണുന്ന പോലെയുള്ള കാഴ്ചകൾ. ഈ വണ്ടിക്ക് കയറ്റി കൊണ്ടുപോകുന്നതാണ് ബോക്സുകളിലായിട്ട്. കണ്ടോ ഇവിടെ ഐസൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് കാണാം. ഇതെല്ലാം ഈ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനുകളാണ്. ഇതോടല്ല സിലോപ്പിയുണ്ട്, സിലോപ്പിയാണേ. ഇതെല്ലാം ഇവിടെ സ്റ്റോർ റൂമാണ് കേട്ടോ. ഐസ് ഇട്ട് ഇവിടെ കീപ്പ് ചെയ്യും, പിന്നെ വണ്ടികളിൽ കൊണ്ടുപോകും. അണ്ടത് എങ്ങടെ കൊണ്ടുപോകണത്? അതെ അതല്ലേ പൊള്ളാച്ചി ഭാഗത്തേക്കും ആനമല ആളിയാർ ഭാഗത്തേക്കൊക്കെ ഈ മീൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ വണ്ടിയിൽ കയറ്റിയേക്കുന്നത് ഐസൊക്കെ ഇട്ട്. അതുപോലെ ഇവിടെ കുറേ വീടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഈ ഗ്രാമത്തിലുള്ളവരാണ് ആ മീനൊക്കെ പിടിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇവിടെ കുറേ പേര് ഇരുന്ന് മീൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇപ്പം പിടിച്ചുകൊണ്ട് വന്ന മീനാന്ന് തോന്നുന്നു. അത് ക്ലീൻ ചെയ്യുന്ന ജോലിയിൽ കുറേ പേര് ഏർപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ല മീൻ ക്ലീൻ ചെയ്യുന്നത്. അതിൻ്റെ വേസ്റ്റൊക്കെ തിന്നാനായിട്ട് പട്ടിയും പൂച്ചയും കാക്കകളും എല്ലാം ചുറ്റും കൂടിയേക്കുവാണ്. അപ്പോൾ ഇത് പാരമീൻ ഇല്ല അക്ക? പാരമീൻ. ഇപ്പോൾ സിലോപ്പിയ മാത്രമല്ല കേട്ടോ, പാരമീനുണ്ട്. സിലോപ്പിയ ഉണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഈ കടകളിലേക്കൊക്കെ ഇവിടുന്നാണ് വന്നെടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു ജോലി ചെയ്യുന്നത് കാണാം. ഓ സിലോപ്പി ഇത് കട്ട്ലയാണോ? കട്ട്ല. കട്ട്ല. അപ്പോൾ അതൊക്കെ ആണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. ഇനി നമുക്കത് ഈ ഡാമിനടുത്തായിട്ട് ഒരു ക്രോക്കഡൈൽ പാർക്കുണ്ട്. നമുക്ക് അതോടെ ഒന്ന് പോയി കാണാം. അത്യാവശ്യം പേര് കേട്ടതാണ്. ഇവിടെ ക്രോക്കഡൈൽ ഫാം എന്നൊക്കെ പറഞ്ഞ് ഒരു ബോർഡൊക്കെ കാണാം കേട്ടോ. ഈ ഡാമിന് തൊട്ടടുത്തായിട്ടാണ്. അത് കുറച്ച് ദൂരം പോയാൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ. ഞാൻ ഈ ഡാമിനെക്കുറിച്ചും അതുപോലെ ഈ ക്രോക്കഡൈൽ പാർക്കിനെ കുറിച്ചൊക്കെ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് പൊള്ളാച്ചി വീഡിയോ ചെയ്യാനായിട്ട് വന്നപ്പം തിരിച്ചു പോയത് ഇതിലായിരുന്നു, മൂന്നാർ വഴി. അപ്പം അന്ന് ഈ ഡാമിൽ എനിക്ക് കാണാനായിട്ട് വന്നതുണ്ടായിരുന്നു. പക്ഷേ നമ്മളന്ന് ലേറ്റ് ആയതുകൊണ്ട്, കാരണം ഫോറസ്റ്റ് റൂട്ട് ആയതുകൊണ്ട് ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഈ ഡാമിൻ്റെ അവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് ക്രോക്കഡൈൽ പാർക്കിലേക്ക്. ഇതൊക്കെ ആനമലൈ ടൈഗർ റിസർവിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഇവിടെയാണ് ക്രോക്കഡൈൽ പാർക്കൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്രോക്കഡൈൽ പാർക്കിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. 20 രൂപയാണ് ഒരാൾക്ക്. പിന്നെ 20 രൂപ പാർക്കിംഗ് ചാർജ്. ക്യാമറയ്ക്ക് 100 രൂപ. അത് മൊബൈലാണെന്നുണ്ടെങ്കിലും ഏത് ക്യാമറയാണെന്നുണ്ടെങ്കിലും 100 രൂപ പേ ചെയ്യണം കേട്ടോ എക്സ്ട്രാ. ഇവിടെ കയറുമ്പോൾ തന്നെ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ എഴുതി ചെയ്യുന്നത് കാണാം. ഇത് 1975 സ്റ്റാർട്ട് ചെയ്തത് അമരാവതി ക്രോക്കഡൈൽ ഫാം. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മുതലകളെക്കുറിച്ചാണ്, അതിൻ്റെ ഇനവും പിന്നെ പ്രത്യേകതകളൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കിയോ. അപ്പോൾ ഇതാണ് അമ്മാരുടെ താവളം. ഇതിൻ്റെ അകത്താണ് കൂടുകളൊക്കെ വരുന്നത് കേട്ടോ. ഒരുത്തൻ കിടക്കണ കേട്ടോ. അതുപോലെ എൻ്റെ അവനോ ഇത് ഒരുപാട് മുതലുകളുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ കാഴ്ച ബംഗ്ലാവിലൊക്കെ ചെന്ന് കാണുന്ന പോലെയുള്ള കുറച്ച് മുതലുകളൊന്നുമില്ല. ഇവിടെ അതിന് വേണ്ടി മാത്രമുള്ളൊരു ഫാമാണല്ലോ. നമുക്ക് ഒരുപാട് മുതലുകളെ കാണാം കേട്ടോ. കിടക്കണുണ്ടോ, ഒരു വികാരമില്ലാത്തൊരു ജീവി അല്ലേ, ഒരു അനക്കമില്ല. അതേ വായൊക്കെ തുറന്ന് കിടക്കുന്ന നോക്കി, ഒരു എക്സ്പ്രഷൻ്റെ ഒന്നുമില്ല കേട്ടോ. കണ്ണൊക്കെ തുറന്ന് അതുപോലെ തന്നെ വെച്ചേക്കുവാണ്. ഒരുപാട് മുതലുകൾ ഇതെല്ലാം കണ്ടിട്ട് ഒരുപോലെ ഉണ്ട്. ഈ കൂട്ടിൽ കിടക്കണെല്ലാം ഒരേ സെയിം സ്പീഷീസ് ആണെന്ന് തോന്നുന്നു. ഈ കൂട്ടിൽ ആരും ഇല്ല കേട്ടോ. ഇതിൻ്റെ അകത്തുണ്ടോ വെള്ളത്തിൽ ഇല്ലാന്ന് തോന്നണം കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഹോളിൻ്റെ അകത്തോടെ ഇപ്പുറത്തെ കൂട്ടിലേക്ക് വന്നിട്ടുണ്ടോ. ഇവർക്ക് ഒരു കൂട് മാത്രമല്ല, എല്ലാം ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. എല്ലാം തമ്മിലിങ്ങനെ ഓരോ
ഡോറൊക്കെ ഉണ്ട്. ഇത് ഇവിടെയും കാണാം നമുക്ക് ഒരുപാട് മുതലകളെ. എന്ത് ശാന്തനായിട്ടാണ് കിടക്കുന്നതെന്ന് നോക്കി. ഓ, നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടാണ്. സാധാരണ നമ്മൾ കാഴ്ച ബംഗ്ലാവിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയും അടുത്തായിട്ട് മുതലകളെ കാണാൻ പറ്റില്ല. നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ടച്ച് ചെയ്യാൻ പറ്റും, അത്ര അകലെയാണ്. പക്ഷേ അത്ര അടുത്താണ് കേട്ടോ. ടച്ച് ചെയ്യാനുള്ളതൊന്നും ശ്രമിച്ചേക്കരുത്. പണി ഏതൊക്കെ രീതിയിൽ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. മുതല കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. ആയതുകൊണ്ടോ മുതലകൾക്ക് തീറ്റ കൊടുക്കണതാണ് കേട്ടോ. എന്തായാലും നമ്മൾ കറക്റ്റ് ടൈമിലാണ് എത്തിയിരിക്കുന്നത്. കണ്ടത് ഡാമിൽ നിന്ന് പിടിച്ച് നല്ല ഫ്രഷ് മീനാണ് വീട്ടുകൾക്ക് കൊടുക്കുന്നത്. ഇതേ ആ ബ്രോ വിളിച്ചപ്പോൾ എന്തേ വരുന്ന കണ്ടില്ലേ, തീറ്റ കൊണ്ടുവന്നേക്കുന്നതെന്ന് മനസ്സിലായിട്ടോ. അതെങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കട്ടെ. എല്ലാവരും തന്നെ കണ്ടോ, എല്ലാവരും അത് അറിഞ്ഞിട്ട് അവിടുന്ന് വരുന്നുണ്ട്. ഈ ഉറങ്ങിക്കിടക്കുന്നവരെല്ലാം തന്നെ കണ്ടത് എറിഞ്ഞു കൊടുക്കുന്ന കണ്ടോ. ഇതിൻ്റെ സൗണ്ട് നമ്മൾ വന്ന ടൈം എന്തായാലും കറക്റ്റാണ് കേട്ടോ. ഫീഡ് ചെയ്യുന്ന കാണാൻ പറ്റി. സാർ ഒരു ഡേയിൽ എത്ര വാട്ടി ഫീഡ് പണെങ്കിൽ? ആഴ്ചയിൽ 4 ദിവസമേ ഉള്ളൂ. ആഴ്ച 4 ദിവസം. ആ, തിങ്കളാഴ്ച മീൻ, ആ, ബുധനാഴ്ച ചിക്കന്, ആ, വെള്ളിയും ഞായറാഴ്ച ബീഫ്. ഓ വല്ല ആവശ്യ. ഓക്കെ. 4 ദിവസം. ആ, ചൊവ്വാഴ്ച ഇവിടെ അവധിയാണ് അല്ലേ? ചൊവ്വാഴ്ച മാത്രം അവധി. ചൊവ്വാഴ്ച ആ, മാത്രം. അപ്പോൾ ഇവിടെ വരുന്നവർ ചൊവ്വാഴ്ച വരരുതേ. ചൊവ്വാഴ്ച ക്ലോസ്ഡ് ആണ്. ഇവിടെ എത്ര മുതലുകളുണ്ട് ടോട്ടല്? 82. ഇത് എവിടുന്ന് കൊണ്ടുവന്നാണോ? ഇല്ല, ഈ നദിയിൽ നിന്ന് മാക്സിമം ഇവിടെ ഉണ്ടായത്. ഇവിടെ ഉണ്ടായത്. ആ, ഇത് 1975 തന്നെ ഓപ്പൺ ചെയ്തതാണ്. അതെ അല്ലേ? അന്ന് തൊട്ടുള്ള മുതലൊക്കെ ഉണ്ട്. ഓ, പിന്നെ ഇടയ്ക്ക് ഇവിടെ വിരിഞ്ഞത് 1-2 ഉണ്ട്. എനിക്ക് പുറത്തുനിന്ന് ചിലതൊക്കെ കൊണ്ടുവരാറുണ്ട്. എന്നാ വെച്ചാൽ തോട്ടത്തിൽ കയറി കിണറ്റിലുണ്ട് എന്നൊക്കെ പറയും. ഓ, അങ്ങനെ. ആ, അങ്ങനെ റിസ്ക് ചെയ്ത് കൊണ്ടുവരും അല്ലേ? ചെയ്ത് കൊണ്ടുവരുന്നത് ഇവിടെ ഓ, കൊണ്ടുവന്നു. ശരി. അല്ലാതെ അത് പുറത്ത് വിടാൻ പാടില്ലല്ലോ. ഓക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ നദിയിൽ നിന്ന് പിടിക്കുക അങ്ങനെയല്ല അല്ലേ? ഇത് പിടിച്ചു കൊണ്ടുവരുന്ന വഴിയില്ല, ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്യും. ഇതില് വെള്ളം അധികമാകുമ്പോൾ തുറന്നു വിടും. വെള്ളം തുറന്നു വിടുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ വെള്ളത്തിൽ കൂടി പോകുന്ന 1-2 ചിലപ്പോൾ എവിടെയെങ്കിലും പോയി ബ്ലോക്കായിട്ട് നിൽക്കും. കിണറ്റിലോ അല്ലെങ്കിൽ തീറ്റ ഇല്ലാതെ പോയി നിൽക്കും. അതുപോലുള്ള സ്ഥലത്ത് പറഞ്ഞു അപ്പോൾ എടുത്തോണ്ട് വരും. നദിയിൽ മുതലുണ്ടല്ലേ? ഉണ്ട്. എല്ലാ സ്ഥലത്തും ധാരാപുരം വരെ ഉണ്ട്. ഓ, ശരി. ഈ ഡാമിൽ മാത്രം ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ആ. സാറിൻ്റെ പേര്? മണികണ്ഠൻ. ആ, ഇവിടെ നെറ്റ് ഇവിടെ എനിക്ക് കാന്തല്ലൂരാണ്. അപ്പോൾ കുറച്ച് പേര് ആ പുറത്തും ഉണ്ടേ. അവിടെ ഇതുപോലൊരു കൂട് സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കൂടല്ല കേട്ടോ. അത് കുറേ മുതലകളെ ഇടാൻ പറ്റുന്ന ഒരു ഓപ്പൺ സ്പേസാണ്. അതിൻ്റെ അകത്ത് നിറയെ മരങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്തും കുറേ മുതലകളെ നമുക്ക് കാണാം. കുറേ കുളങ്ങളുണ്ട്. അതിൻ്റെ അകത്തായിട്ടും കരയിലൊക്കെ ആയിട്ട് നിരവധി പേരുണ്ട്. ഇത് എവിടെ നോക്കി കാക്കകൾ ചെയ്യുന്ന പരിപാടി ഉണ്ടോ? മുതലക്കുട്ടന്മാർക്ക് കഴിക്കാൻ കൊടുത്ത മീൻ അടിച്ചു മാറ്റിയിട്ട് കഴിക്കാനായിട്ട് കുറേ കാക്കകൾ കാണാം. ആ മരത്തിലെ കുറേ കാക്കകൾ ഇരിപ്പുണ്ട്. മീൻ കൊണ്ടിരുന്ന ടൈമായതുകൊണ്ട് മനസ്സിലായിട്ട് ചുറ്റും കാക്കകളെല്ലാം ഇളകി വയ്ക്കുന്നതാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കുകൾ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അവിടെ കുട്ടികളെക്കാളും കൂടുതൽ കളിക്കുന്നത് മുതിർന്നവരാണ്. കൊള്ളാം, അവർക്കും ഒരു രസം വേണ്ടേ. ഈ മരത്തിലൊക്കെ ധാരാളം കുരങ്ങുകളെ കാണാവേ. ഓ, ഇവരൊക്കെ ഈ മുതലേക്ക് ഭക്ഷണമാവില്ലേ? അബദ്ധത്തിൽ ആ കൂട്ടിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ മുതലയുടെ വായ്പെട്ട തീർന്ന കൂട്ടിയാൽ മതി അല്ലേ? അങ്ങനെയൊന്നും അമ്മമാർ ചെന്ന് പെടുവൊന്നുമില്ല. അമ്മമാർക്ക് അതിനുള്ള വിദ്യകളൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ആനമലൈ ടൈഗർ റിസർവിനുള്ളിലാണ് ഈ ഒരു ക്രൊക്കഡൈൽ ഫാമൊക്കെ വരുന്നത്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് അവധിയുള്ളൂ കേട്ടോ. എന്തായാലും ഗ്രാമക്കാഴ്ചകൾക്കൊപ്പം തന്നെ മുതലക്കാഴ്ചകളും കാണാൻ പറ്റിയില്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.